നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തുടർച്ചയായ രണ്ടാം ദിവസവും റെക്കോർഡ് മരണസംഖ്യയിൽ വിറച്ചിരിക്കുകയാണ് സ്പെയിൻ. ഇപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സ്പെയിനിൽ മാത്രം മരിച്ചത് 932 പേരാണ്. ഇതോടുകൂടി ഇറ്റലിയിലെ മരണസംഖ്യയുമായി ഏറ്റവും കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് സ്പെയിൻ എന്നുള്ളതാണ് വാസ്തവമായ സംഗതി. വ്യാഴാഴ്ച 950 പേർ മരിച്ചതായി സ്പെയിൻ സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു. രാജ്യത്ത് മാത്രമല്ല, ലോകത്ത് തന്നെ ആദ്യമായാണ് ഒരു ദിവസം ഇത്രയധികം കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വൈകിട്ട് ലഭ്യമായ കണക്കനുസരിച്ച് ആകെ മരണസംഖ്യ 10,935 എന്നാണ് അറിയാൻ കഴിയുന്നത്. 1,17,710 പേർക്കാണ് രോഗം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇറ്റലിയിലെ പോലെ തന്നെ പുതിയ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ സ്പെയിനിലും ചെറിയ കുറവ് മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. 30,000 പേർക്ക് സ്പെയിനിൽ കോവിഡ് ഭേദമായി എന്നും പറയുന്നു. 6,416 പേരുടെ നില ഗുരുതരമായി തന്നെ ഇപ്പോൾ തുടരുന്നു. മാർച്ച് 14 മുതൽ സ്പെയിനിൽ ലോക്ക്ഡൌണിൽ തുടരുകയാണ്. ഏപ്രിൽ 11 വരെ ലോക്ക്ഡൌൺ തുടരുമെന്ന് തന്നെയാണ് പറയുന്നതെങ്കിലും കാലാവധി ഇനിയും നീട്ടുമെന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏപ്രിൽ 7 നടക്കുവാൻ പോകുന്ന ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം ഇത് സംബന്ധിച്ച വ്യക്തമായ തീരുമാനം അറിയിക്കാനാണ് സാധ്യത. ഏപ്രിൽ 26 വരെ ലോക്ക്ഡൌൺ തുടർന്നേക്കാമെന്നും സൂചനകളിൽ നിന്ന് വ്യക്തമാണ്. സ്പെയിനിൽ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്ന സ്ഥിതിക്ക് നിയന്ത്രണങ്ങളിൽ ഉടനൊന്നും ഇളവ് വരുവാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടത്. ആഗോള മഹാമാരിയിൽ മരിച്ചവരുടെ എണ്ണം 54,000 കടന്നിരിക്കുന്നു. 54,268 പേരാണ് ഇതുവരെ മരിച്ചത്. 10,31,516 പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അമേരിക്കയിലാണ് ഏറ്റവും അധികം രോഗബാധിതർ ഉള്ളത്. 2.5 ലക്ഷത്തോളം പേർക്ക് ഇവിടെ രോഗം കണ്ടെത്തി. മരണം 6,000 കടന്നിരിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ കോവിഡ് ബാധ നിയന്ത്രണാതീതമായി കൂടുകയാണ്. ഫ്രാൻസിലും UK-യിലും സ്വിറ്റ്സർലാൻഡിലും രോഗബാധിതരുടെ എണ്ണം കൂടിയിരിക്കുന്നു. സ്പെയിനിൽ ഇന്ന് മാത്രം 5,645 പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. ഒരു ദിവസം ഇത്രയും പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നത് ഇത് ആദ്യമായാണ്. ഇവിടെ 10,935 പേർ ഇതുവരെ മരിച്ചിട്ടുമുണ്ട്. ഇവിടെ രോഗബാധിതരുടെ എണ്ണം ഉയരുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. 932 പേരാണ് വെള്ളിയാഴ്ച മാത്രം സ്പെയിനിൽ മരിച്ചത്. ഇറ്റലിയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇതുവരെ മരിച്ചത്. 13,915 പേരാണ് ഇവിടെ മരിച്ചത്. 1,15,242 പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു. ഇറാനിൽ പുതുതായി 2,715 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. കോവിഡ് ബാധയുടെ ഉത്ഭവ കേന്ദ്രമായ ചൈനയിൽ പുതുതായി 31 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് ആരോഗ്യ പ്രവർത്തകരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. കോവിഡ് ബാധ ഇവിടെ നിയന്ത്രണ വിധേയമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയം. എന്തായാലും കാര്യങ്ങൾ സ്പെയിനിന്റെ കൈവിട്ടു പോവുകയാണെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.